ഇന്ന് നമുക്ക് സോയാബീൻ വെച്ചൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ 2 മുട്ടയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു നുള്ളി ഉപ്പും ഒരു നുള്ളി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് നമുക്ക് ചിക്കി എടുക്കാം. അതേ പാനിൽ തന്നെ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സോയാബീൻ ഒന്ന് വറുത്തെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സോയാബീനിൽ 1 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂൺ കോൺഫ്ലവർ മാവും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇത്ര ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. ഇപ്പം സോയാബീനൊക്കെ നല്ലപോലെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. മുട്ടയും സോയാബീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ചോറ് റെഡിയാക്കണം. ഞാൻ ചോറ് തലേ ദിവസമേ വെച്ച് നല്ലപോലെ തണുക്കാൻ വെച്ചതാണ്. ഒക്കെ ഇപ്പം നല്ലപോലെ തണുത്തിരിക്കുകയാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പ് വെച്ച് കൊടുക്കാം. സോയാബീൻ വറുത്ത ഓയിൽ കുറച്ചുണ്ട്, അത് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 6-7 വെളുത്തുള്ളി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം സവാള അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇനി ഒരു ക്യാരറ്റ് അരിഞ്ഞതും ഒരു 6 ബീൻസ് അരിഞ്ഞതും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഒരു കാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂണ് സോയാ സോസും 1 സ്പൂണ് ചില്ലി ഗാർലിക് സോസ് ഒഴിച്ച് കൊടുക്കാം. 1 സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചോറിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ചോറൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് സോയാബീനും മുട്ടയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കാം. എരിക്ക് ആവശ്യമായ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് എരി മാത്രമേ ചേർക്കുന്നുള്ളൂ. എനിക്കൊരു കൊച്ചുമോളുണ്ട്, അവൾക്ക് ലഞ്ച് ബോക്സ് കൊടുത്തു വിടാനാണ് ഞാൻ ഈ ചോറ് വെച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈ എരി കുറച്ച് വെച്ചത്. നിങ്ങൾക്ക് ആവശ്യമായ എരി നിങ്ങൾ ചേർത്ത് കൊള്ളുക. ഇത് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ.